കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തുന്ന കർത്താവിൻ്റെ മഹാകരുണയെ ഓർത്ത് ഈ പ്രഭാതത്തിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 11-ാമത് വാക്യം, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ അരുളി ചെയ്യുന്നവനല്ലോ. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ദൈവത്തെ നമ്മുടെ ഉള്ളത്തിനകത്തേക്ക് ഉൾക്കൊള്ളുന്നതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അല്ലേ? അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് 1 ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, 2 വായ് കൊണ്ട് നമ്മൾ ഏറ്റുപറയണം. അടുത്ത് പറയുന്നത് ശ്രദ്ധിക്കുക, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, എന്നിട്ട് പറയുന്ന വാക്കാണ് അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോൾ നിങ്ങളുടെ ജീവിതാനുഭവത്തിലേക്ക് ഈ മെസ്സേജിനെ ഇല്ലെങ്കിൽ ഈ വചനത്തെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ തകർന്നു കിടന്നിരുന്ന, ശൂന്യമായി കിടന്നിരുന്ന സ്തോത്രം, വ്യക്തിപരമായോ സാമ്പത്തിക മേഖല, വിദ്യാഭ്യാസ മേഖലകൾ, കുടുംബജീവിതം, ജോലി മണ്ഡലങ്ങൾ, ഇതെല്ലാം തകർന്നു കിടന്ന ചില തലങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ പിറകിലോട്ട് നോക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയുമല്ലേ? നമുക്കറിയാം, യേശുവിനെ ഇന്ന് ആരാധിക്കുന്ന ഒരു നല്ല ശതമാനം ആൾക്കാരും പലപ്പോഴും സ്തോത്രം തകർന്നു പോയി എന്ന് മനുഷ്യനും പിശാചും ഒരുപോലെ വെല്ലുവിളിച്ച് പറഞ്ഞൊരു മേഖലയുണ്ട്. അല്ലേ? ഇനി ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം തകർന്നു പോയി എന്ന് ചിന്തിച്ചിട്ടില്ലേ? ഇനി ഒരു ജീവിതം മുന്നിൽ ഇല്ല എന്ന് ചിന്തിച്ച മേഖലകൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. എന്തുകൊണ്ടാണ് സ്തോത്രം ഇന്നും നമുക്ക് ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ, ആ തകർന്നിരുന്ന മേഖലയിൽ നമ്മൾ പലരെയും വിശ്വസിച്ചു, പലരെയും നമ്മൾ ആശ്രയിച്ചു, പലരുടെയും പിറകിൽ നമ്മൾ പോയി. സ്തോത്രം, പല മേഖലകൾ നമ്മൾ ആശ്രയിച്ച് സഹായത്തിനായിട്ട്, സ്തോത്രം ഹല്ലേലൂയ, ഒരു വിടുതലിനായിട്ട്, ഒരു സൗഖ്യത്തിനായിട്ട്, ഒരാശ്വാസത്തിനായിട്ട് നമ്മൾ ആഗ്രഹിച്ച മേഖലകളുണ്ട്. എന്നാൽ അവിടെ നിന്ന് വല്ലതും കിട്ടിയോ? ഇല്ല. സ്തോത്രം. പിന്നെ എപ്പോഴാണ് ദൈവം നമുക്ക്, ഇല്ലെങ്കിൽ എപ്പോഴാണ് നമുക്കൊരു അനുഗ്രഹം ഉണ്ടായത്, എപ്പോഴാണ് നമുക്കൊരു വിടുതലുണ്ടായത് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി അതിനുള്ളൂ, യേശു കർത്താവിൽ നമ്മൾ വിശ്വസിച്ചത് കൊണ്ടാണ്. അല്ലേ? ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തെ നമ്മൾ വിശ്വസിച്ചതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റത്തിന് കാരണമായത്, നമ്മുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായത്. നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ചില നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ വന്നത് സ്തോത്രം ഹല്ലേലൂയ, നമ്മൾ യേശുവിനെ വിശ്വസിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, യേശുവിൽ, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോകുകയില്ല. പൗലോസ് അപ്പോസ്തല ലേഖനത്തിൽ പിന്നെയും നമ്മൾ സ്തോത്രം വായിക്കുമ്പോൾ തിമോഥെയോസ് ലേഖനത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സ്തോത്രം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം എന്നെ കാക്കുവാൻ ശക്തിയുള്ള ദൈവം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. നമ്മൾ വിശ്വസിച്ചത് സ്തോത്രം നമ്മെ വിടുവിപ്പാൻ കഴിയാത്തവനെയല്ല, നമ്മൾ ആശ്രയിച്ചത് നമ്മളെ സഹായിപ്പാൻ കഴിയാത്തവനെയല്ല. നമ്മൾ കരഞ്ഞാൽ കണ്ണുനീർ തുടയ്ക്കുന്ന, നമ്മൾ ആശ്രയിച്ചാൽ, നമ്മൾ സഹായത്തിനായി അപേക്ഷിച്ചാൽ അതിനകത്ത് മറുപടി നൽകാൻ കഴിയുന്ന ഒരുവനെയാണ് നമ്മൾ വിശ്വസിച്ചത്. അവൻ്റെ പേരാണ് നസറേയനാകുന്ന യേശു കർത്താവ്. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും മേഖലകളിൽ തകർന്നും നുറുങ്ങിയും ശൂന്യമായും കിടക്കുന്ന മേഖലകളുണ്ടെങ്കിൽ സ്തോത്രം, യേശുവിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശുവിനെ മുറുകെ പിടിക്കാം. യേശുവിൽ നിങ്ങളുടെ ഹൃദയം വിശ്വാസത്തിൽ, യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്തോടെ സ്വീകരിപ്പാൻ നിങ്ങൾ തയ്യാറായ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കുവാൻ കർത്താവിന് കഴിയും. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താണ് സമസ്ത മേഖലകളെയും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.